എന്നാലും മഹിമ ഇങ്ങനെ ചെയ്യുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പെണ്ണാണ് എന്റെ അച്ഛനെ കൊന്നതെന്നറിഞ്ഞ നിമിഷം മുതല് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അച്ഛന് പല തെറ്റുകളും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ കൊന്നു തള്ളാൻ മാത്രം എന്ത് പാപം അച്ഛൻ ചെയ്തത്? എന്തായാലും അവളെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ. അവൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴാണ് മഞ്ജു ഗിരിയേട്ടനെ എന്തിനാ കേസിൽ കൊടുക്കിയെന്ന് മനസ്സിലായത്. അന്വേഷണം ഗിരിയേട്ടനെ ചുറ്റിപ്പറ്റി നടക്കുമ്പോ മഹിമയാണ് യഥാർത്ഥ കുറ്റവാളിന്ന് ആർക്കും മനസ്സിലാവില്ലല്ലോ. ദൈവാനുഗ്രഹം കൊണ്ടാ അനിത മേഡം സത്യം കണ്ടുപിടിച്ച് മഹിമയെ അറസ്റ്റ് ചെയ്തത്. ഇല്ലെങ്കിൽ ഗിരിയേട്ടൻ നിരപരാധിയാണെന്ന് ഒരിക്കലും തെളിയില്ലായിരുന്നു. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ കൊലക്കുറ്റത്തിൽ കുടുക്കിയാണെങ്കിലും അനിയത്തിയെ രക്ഷിക്കണമെന്നാ അവള് കരുതിയത്. ഇതൊക്കെ അവൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉള്ളിന്റെ ഉള്ളിൽ മാധവൻ സാറിനെ കൊന്നതിന്റെ ദേഷ്യം ഇപ്പോഴും മഞ്ജുവിനുണ്ടായിരിക്കും. അതിന് മാധവനെ കൊന്നത് ഗോപാൽജിയല്ലേ? മഞ്ജു മഹിമയെ അതൊന്നും വിശ്വസിക്കുന്നുണ്ടാവില്ല. അവരുടെ മനസ്സിൽ ഗിരിയേട്ടനോട് പ്രതികാരം ചെയ്യണമെന്ന് തന്നെയായിരിക്കും. എന്റെ അച്ഛനെ കൊന്നത് ഗിരിയേട്ടനല്ലെങ്കിലും മാധവനെ കൊന്ന കുറ്റത്തിന്റെ ശിക്ഷ ഇങ്ങനെ അനുഭവിക്കട്ടെ എന്ന് മഞ്ജു കരുതി കാണും. നിക്ക്. ജോലി ചെയ്ത് ഒരുപാട് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. എവിടം വരെയായി കേസ് അന്വേഷണം? ഗിരിയേട്ടൻ നാളെ റിലീസാവും. അത് പറയുമ്പോ നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? ചെയ്യാത്ത കുറ്റത്തിന് ഭർത്താവ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഒരു ഭാര്യ സന്തോഷിക്കല്ലേ വേണ്ടത്? ഗിരിയെ വെറുതെ വിടുന്ന സ്ഥിതിക്ക് പോലീസുകാർക്ക് ശരിക്കുള്ള കൊലയാളിയെ കിട്ടിക്കാണുമല്ലോ. ആരാ മോളേത്? മഹിമയല്ലേ? മഹിമ അല്ല. അവൾക്കെതിരെ പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. അവൾക്ക് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നീ മഹിമയെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതല്ലേ? ഇതേ ആവേശത്തോടെ നീ ഗിരിയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചില്ലല്ലോ. നീ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മഹിമയാണ് കുറ്റക്കാരി എന്ന് അറിഞ്ഞതിന് ശേഷവും നീ ആ സത്യം ബാക്കി പോലീസുകാരിൽ നിന്നും മറച്ചു വെച്ചത് എന്തിന്റെ പേരിലാണെങ്കിലും തെറ്റാണ്. എന്റെ മോൻ ജയിലിൽ കിടന്ന് നരകിക്കട്ടെ എന്ന് നീ തീരുമാനിച്ചു. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ. അനിതയുള്ളതുകൊണ്ട് ഗിരി രക്ഷപ്പെട്ടു. കേസ് അന്വേഷണത്തിനിടെ ഇത്രയും തിരിമറികൾ കാണിച്ച നിനക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് നടപടിയൊന്നും എടുക്കുന്നില്ലേ? എന്നെ സസ്പെൻഡ് ചെയ്തു. നല്ല കാര്യം. യൂണിഫോം ഇട്ട കുറ്റവാളികളെയും ശിക്ഷിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ. സന്തോഷം. അമ്മ, ഞാൻ ഗിരിയേട്ടനെ കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെ അല്ല ഇതൊന്നും ചെയ്തത്. പിന്നെ എന്തിനാ? നിന്റെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? അവളെ രക്ഷിക്കാൻ വേണ്ടി ഗിരി എത്ര കാലം വേണമെങ്കിലും ജയിലിൽ കിടന്നോട്ടെ എന്ന് നീ തീരുമാനിച്ചു അല്ലേ? അല്ലമ്മേ, ഞാൻ ഐശ്വര്യ മാഡത്തോട് എല്ലാം തുറന്നു പറയാൻ പോയതാ. പക്ഷെ എനിക്ക് മുമ്പ് അനിത മാഡം അവിടെ എത്തി എല്ലാം വെളിപ്പെടുത്തി. നീ പറയുന്നത് എന്തും വിശ്വസിക്കുന്ന മണ്ടിയാണ് ഞാനെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ വയറ്റിൽ എന്റെ പേരക്കുട്ടി ഉള്ളതുകൊണ്ട് മാത്രം നിന്നെ ഈ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കാത്തത്. പക്ഷേ എന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അമ്മേ, വേണ്ട. എന്റെ മകനെ ചതിച്ചവൾക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല. ഗിരിക്ക് 100 കുറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ അവന് കുടുംബം എന്ന് പറഞ്ഞ ജീവനാ.
ആ കുടുംബത്തിന്റെ ഭാഗമായിട്ട് അവന്റെ സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റിയതിനു ശേഷമാണ് നീ അവനെ ചതിച്ചത്. അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. കരയിലെ മഞ്ജു, അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇതുപോലെ തന്നെ പ്രതികരിക്കൂ. അതൊന്നും കാര്യാക്കണ്ട. നാളെ ഗിരിയേട്ടനെ കാണുമ്പോ അമ്മയുടെ വിഷമമൊക്കെ മാറും. ഗിരിയേട്ടൻ എന്നോട് എങ്ങനെ പെരുമാറുമെന്ന് ആലോചിക്കുമ്പോ തന്നെ പേടി തോന്നുന്നുണ്ട്. കുറച്ച് ദേഷ്യം കാണിച്ചെന്ന് വരും, അത് സ്വാഭാവികമല്ലേ. എന്തു തന്നെ ആയാലും മഞ്ജു ഈ അവസ്ഥയിലായതുകൊണ്ട് ഗിരിയേട്ടൻ ക്ഷമിക്കാനാ ചാൻസ്. ഇപ്പൊ അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചാലും നന്നായിട്ടാണല്ലോ സംഭവിക്കുന്നത്. ഗിരിയേട്ടൻ വന്ന ഉറപ്പായി അവളെ തല്ലും. വൈകാതെ അവർ തമ്മിൽ അടിച്ചു പിരിയും. പിന്നെ എനിക്കും ഗിരിയേട്ടനോടയിൽ ആരും ഉണ്ടാവില്ല. ഗിരി വീട്ടിലെത്തിയ എന്തായാലും ഒരു പൊട്ടിത്തെറി നടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മഹിമയെ രക്ഷിക്കാൻ വേണ്ടി മഞ്ജു മനഃപൂർവ്വം ഇത്രയും കാലം അവനെ ജയിലിനകത്തിടാൻ തയ്യാറാവുമെന്ന് അവന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇതോടെ അവർ തമ്മിൽ എന്തായാലും അകലും. അതുകൊണ്ട് നമുക്കെന്താ ഗുണം? ഗിരിയുടെ സമാധാനം തകരില്ലേ? അയ്യേ, എന്താ സഞ്ജുവേട്ടാ പാര വെക്കാൻ മാത്രം നടക്കുന്ന ചില സ്ത്രീകളെ പോലെ സംസാരിക്കുന്ന. ഗിരിയും മഞ്ജുവും തമ്മിലാകുന്ന നമുക്ക് കൂടുതൽ പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നേ. അതെങ്ങനെ? ഗിരി മഞ്ജുവിനോട് വഴക്ക് കൂടിയാ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്നതിൽ തെറ്റില്ലാന്ന് അവന് തോന്നും. അവൻ തിരിച്ചു വന്നാ അച്ഛൻ ഈര കൈ നീട്ടി അവനെ സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ നമ്മള് രണ്ടുപേരുടെ ആധിപത്യം അവസാനിക്കും. എല്ലാം പഴയതുപോലെ ആവും. ഗിരിയേട്ടനെ ഈ വീട്ടിൽ നിന്നും അകന്നു കഴിയുന്നത് നമ്മുടെയൊക്കെ വളർച്ചയ്ക്ക് നല്ലത്. ശരിയാ. അതുകൊണ്ട് അവനെ ഈ വീട്ടിൽ നിന്ന് തന്നെ അകറ്റി നിർത്തുന്ന നിങ്ങൾക്ക് നല്ലത്. കൊള്ളാം, നിങ്ങളുടെയൊക്കെ ഗൂഢാലോചന കൊള്ളാം. നിങ്ങൾക്കെല്ലാം എന്നെ ഗിരിയിൽ നിന്ന് അകറ്റണമല്ലേ? അകറ്റണം.